ഫ്ലൈറ്റിൽ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് പലരുടെയും ധാരണ. അവിടെ മുസല്ലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫിഖ് പഠിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ തയമ്മം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല. അപ്പൊ ചെയ്യേണ്ട പണി എന്താ? നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ഉറക്കടിക്കൊന്നും വേണ്ട, ആ മനുഷ്യൻ അറിയും കൂടി വേണ്ട, മെല്ലെ ഒരു അടിയടിക്കുക, എന്നിട്ട് മുഖം തടവുക, എന്നിട്ട് നീയത്ത് വെക്കേണ്ടത് എന്താ? തയമ്മത്തിന്റെ നീയത്താ. ഒരടിയും കൂടി അടിക്കുക, വലത്തെ കൈയും ഇടത്തെ കൈയും ഇതേപോലെ തടവുക. എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ. ചില ആളുകൾ കാണാൻ ഇങ്ങനെ പിടിച്ചിട്ട് കാലൊക്കെ തടവണം. തയമ്മത്തിന് കാല് തടവലില്ല. ഈ രണ്ടവയവും മാത്രം, മുഖവും മുൻകൈയും മാത്രം. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട്, ഈ ആൾക്ക് ശല്യമൊന്നും വരാതെ ഇരുന്നോണ്ട് ഉറക്ക പാത്തിയോതണ്ട, ഉറക്കതാക്കണ്ട, മെല്ലെ ചൊല്ലിക്കൊണ്ട് നിസ്കരിച്ചോ. എന്തൊരു രസമുണ്ടാകുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് 100-400 ആളുകൾ സഞ്ചരിക്കുമ്പോ നിങ്ങളിരുന്ന് നിസ്കരിക്കുകയാണ്. അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമായിരിക്കും അത്. വായുലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജഗനിയന്താവായ തമ്പുരാൻ എത്രമാത്രം. നോ സീസ് ഫയർ, നോ കോംപ്രമൈസ്, നോ ഫോർഗിവ്നെസ്, കിൽ ദം ഓൾ. ഗസയിൽ വെടിനിർത്തരുത്. അവരോടൊരു കാരണവശാലും സന്ധി ചെയ്യരുത്. അവർ മാപ്പർഹിക്കുന്നവരല്ല. അതുകൊണ്ട് അവരെ എല്ലാവരെയും കൊന്നുകളയുക. പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന ഫലസ്തീൻ ജനതയെ ഇസ്രായേൽ സയനിസ്റ്റുകൾ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ അന്ന് ആ സമയത്ത് ജെയിംസ് വൂഡ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഹോളിവുഡ് നടനായ ഒരു നരാധമൻ കുറിച്ചൊരു കുറിപ്പാണിത്. പക്ഷെ പടച്ചവൻ അവനെയും വെറുതെ വിട്ടില്ല. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീയിൽ തന്റെ വീടും സമ്പത്ത് മുഴുവനും കത്തിച്ചാമ്പലായി അവസാനം ഗതികെട്ട് യാതൊരുവിധ മാർഗവുമില്ലാതെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വന്നതിന് ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന ആ നരാധമന്റെ ചിത്രമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. ഒരു TV ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ തലയിൽ കൈവച്ചുകൊണ്ട് വാവിട്ട് നിലവിളിക്കുകയാണവൻ. അള്ളാഹു ഒരിക്കലും ഇത് കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത്. അക്രമികയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത്.